ഹായ് ഗായ്സ്, റമലാൻ കരീം ഗായ്സ്. അങ്ങനതാ ഫസ്റ്റ് നോമ്പാണ്. സുബൈക്ക് നീച്ചിട്ട് 5:05 മാമ. റമലാൻ കരീം എവിടെ? ഫുഡ് കഴിച്ചോ? ഇല്ല, ഇപ്പൊ ബാങ്ക് കൊടുക്കും ഗൈസ്, ഇപ്പൊ ബാങ്ക് കൊടുക്കും ഗൈസ്. ആരെ വിളിക്ക? ഞാൻ എണീറ്റു. എന്തൊക്കെയുണ്ട് അപ്പോൾ വിശേഷം? ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും സുഖമല്ലേ? കുറേ കാലമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് എങ്ങനെ എടുക്കണ്ടേന്ന് മറന്നു ഗൈസ്. മാമ പറഞ്ഞിട്ട് എങ്ങനെ എടുക്കുക? അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്താ പറയാ, ഫസ്റ്റ് തന്നെ നോമ്പും കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ നോമ്പിന് ഏറെക്കുറെ ഇട്ടിരുന്നില്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് ഈ നോമ്പിന് ഞങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് ഫാദിലുവിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങാം കേട്ടോ. നല്ല ഉറക്കില്ല എൻ്റെ പൂക്കിക്കുട്ടി, നല്ല ഉറക്കില്ല. ക്യാമറ കണ്ടാ പൂക്കിയാവും കേട്ടോ. അതില എണീക്ക്, ബാ കേട്ടോ, ബാ നീച്ച്. ഗുഡ് മോർണിംഗ് റമലാൻ കരീം. കയ്യാട്ട് ഇല്ലേ മോശാവും, ഞാൻ വീഡിയോ എടുക്കണ്ട്. ഹാവ് തന്നു. നീച്ച് വാ. ഇതൊക്കെ 10-15 മിനിറ്റ് കൂടെ ഉള്ളൂ. 35-30 ബാങ്ങാണ്. നീച്ച് എണീക്കടാ. ഇവന് ഞാൻ മേലത്തെ ഒരാളെ വിളിക്കാണ്ട്, ആശീനെ വിളിക്കാണ്ട്. ആശീനെ വിളിക്കുമ്പോത്തിന് ഇവൻ എണീക്കുന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നിങ്ങൾ ഇവിടെ കേട്ടോ നിസ്കരിക്കാനൊക്കെ സെറ്റാക്കിക്കണ ഇവിടെയാണ്. എല്ലാവരും കൂടി നിസ്കരിക്കാനും പിന്നെ അതേപോലെ ഫുഡ് ഞാൻ കാണിച്ചുതരാം. അതിന് മുമ്പ് ആശി ഇപ്പം എണീറ്റു കേട്ടോ. ഇപ്പം നേരത്തെ എണീറ്റ് ഭക്ഷണം കഴിച്ച് പള്ളിയിൽ പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവൻ എണീക്കൂല. ആശി, റമലാൻ കരീം. ആശി എണീക്കടാ. ക്യാമറ കണ്ട നീച്ചൊന്നും എനിക്കറിയാം. നീച്ചടാ, ഇങ്ങോട്ട് നോക്കടാ. എടാ 10 മിനിറ്റ് കൂടി ഉള്ളടാ. നീച്ചടാ. ഗൈസ് ഇവരാരും നീക്കണില്ല ഗൈസ്. ഞാൻ ഒറ്റക്ക് എടുക്കേണ്ടി വരും തോന്നുന്നുണ്ട്. നിങ്ങളെല്ലാവരും എത്ര എണീക്കാൻ നീക്കല്? കമന്റ് ചെയ്യട്ടോ. അവൻ എണീക്കണില്ല. അപ്പൊ ഇതിന് താഴത്തോനെ എണീക്കോക്കട്ടെ. ഇന്നത്തെ സുബൈത്തെ വിശേഷത്തിരിക്കും. അടിയത്തോനെ വിളിക്കുക, മേലെ അവനെ വന്ന് വിളിക്കുക. അടിയിലോനെ വിളിക്കുക, മേലെ. എവിടെ? ഇവൻ നീറ്റിട്ടില്ല കേട്ടോ അമ്മ. റമദാൻ കരീം പാപ്പ. ഹൈഷ്, എവിടെ നിങ്ങൾ ഫുഡ് കഴിച്ചില്ല ഒറ്റക്ക്? എങ്ങനെ മുഖ രസം ഉണ്ടാവുന്നു? ഇന്റെ മുന്നേ നീച്ചോണ്ടി, ഇല്ലെങ്കി ഇങ്ങനെ പണി കിട്ടും. പണിയൊന്നും അല്ലടാ, നല്ല മൊഞ്ചേക്കണ് ഗൈസ്. അപ്പൊ അതിന് ഉറക്കത്തിൽ വീഡിയോ എടുത്തപ്പോ മുഖ രസം ഉണ്ടോന്ന് ഞാൻ അറിയാതെ. ആണോ? എന്നാ നീച്ചോ. ഞാൻ മേലെ പോയി വന്നപ്പോഴും നീച്ചിട്ടില്ല ഗൈസ്. മാമ എന്താണ് എന്നിട്ട് അത്താഴത്തിന് എന്താ സ്പെഷ്യൽ? പത്തിരി ചിക്കനോ? ഇവിടെ നോക്കി പറയും, ഇവിടെ നോക്കി പറയും. ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ചപ്പാത്തി കഴിക്കണേ. ഞാൻ ഒരു ഡയറ്റ് കൺട്രോൾ ചെയ്ത് നോക്കട്ടെ. എന്തായാലും ചപ്പാത്തി ഉണ്ട്, അതുപോലെ പത്തിരി ഉണ്ട് ഗായ്സ്. എനിക്ക് നല്ല കടലക്കറിയും കുറുമക്കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. പ്രോട്ടീൻ ഉണ്ട്. അത് പൗളാ, ഇത് എനിക്കാ കിട്ടേണ്ടത്. വാപ്പാക്ക് നേന്ത്രപ്പഴം, 2 മുട്ട, ഓട്സ്. എനിക്ക് ഇങ്ങനത്തെ ഭക്ഷണമാണ് ഞാൻ പറയണത്. എനിക്ക് അങ്ങനത്തെ ഭക്ഷണം വേണ്ടിയത്. ഞാൻ ജിമ്മിൽ പോകുമ്പോ ഈ ഫാറ്റൊക്കെ കുറക്കണം. എനിക്ക് റമദാനും കൂടിയാണല്ലോ, അപ്പൊ എനിക്ക് പെട്ടെന്ന് കൺട്രോൾ ആക്കാം. പൊറാട്ട ഉണ്ടല്ലോ പാപ്പാക്ക്. പതിലൂന് പൊറാട്ട.
അപ്പം ഫതിലുനില്ല പൊറാട്ട ചൂടാവുണ്ട്. ഞാൻ ഓലെ കാത്തുന്നാലും ഇത് ശരിയാവില്ല ഗായ്സ്. ബാങ്ക് കൊടുക്കാനായി. ഞാൻ അവനെ വിളിച്ചേ. നേന്ത്രപ്പായോടെ എനിക്കൊരു AC ഓണാക്കിക്കണ്. എനിക്കൊരു നേന്ത്രപ്പായം. ഞാൻ ഇന്നലെ നേന്ത്രപ്പായൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഗായ്സ്. എനിക്ക് നേന്ത്രപ്പായ ഇല്ലല്ലോ അമ്മ, അവിടെ എടുത്ത് വെച്ചിട്ടില്ലല്ലോ. ഫുള്ള് ഭർത്താവിനോട് മാത്രമാണ് സ്നേഹം. എനിക്ക് അവിടെ നേന്ത്രപ്പായ പൊയ്യൊക്കെ ഒന്നുമില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കഥ അറിയോ? നിങ്ങൾക്ക് ലാഗ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിച്ചു വിട്ടളി. ഇത് ഞാൻ ഓർഡർ ചെയ്താണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തു. എന്താ എന്നും 4 ലിറ്റർ വെള്ളം കുടിക്കണം പറഞ്ഞിട്ട് അത് കണ്ടിട്ടാ ഇവിടെ ഒരാൾക്ക് വേണം പറഞ്ഞിട്ടതാ ഞാൻ 2ാമത്തെ കുപ്പി ഓർഡർ ചെയ്തു. പക്ഷെ ഇത് അനങ്ങലേ ഇല്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത്ര ഇതിൽ കാണുന്നത്. എന്ത് പറ്റി? ഇത് മാമാക്ക് വാങ്ങി കൊടുത്തിട്ട് ഉമ്മ കുടിക്കലേ ഇല്ല. എല്ലാരും വെള്ളം കുടിച്ചോളി ഗൈസ്, ചൂടൊക്കെയാണ്. അതല്ല, ചൂടൊക്കെയാണ്. സുബൈക്ക് നല്ലോണം വെള്ളം കുടിച്ചോളിന്ന്. ഹൈഡ്രേറ്റ് ആയി നടക്കണം. ഇവിടെ പൊറാട്ട, ഞാൻ ചപ്പാത്തി എന്നട്ടെ. ഒരു വരുന്നില്ല. ഞാൻ ഒരു റൗണ്ട് പോകണം. എനിക്ക് ചായ വേണം. ചോയ കുടിക്കൂല, വേണമെന്നുണ്ടെങ്കിൽ കോഫി കുടിക്കാം. അതും ഷുഗർ ഇടാണ്ട്. വൈകുന്നേരം തേക്കണ് ഗൈസ്. കുറച്ചൊക്കെ ഹെൽത്ത് നോക്കണ്ടേ. നമ്മൾ കുറച്ച് നോക്കിയാൽ നമ്മൾ ഉഷാറാവും. എണീറ്റിക്കണം കേട്ടോ. ബാത്റൂമുക്ക് വരട്ടോ അതില്ല. പല്ലേക്കണ് ആശയം കിട്ടില്ല. ആശിസിനാണ് ഗൈസ്. ഓന് ലാസ്റ്റത്തെ 10 മിനിറ്റിലാ വരിക. ഓനെ കുറിച്ച് പറഞ്ഞ ലാസ്റ്റത്തെ 10 മിനിറ്റിൽ വരും ചക്കം. ലാസ്റ്റ് വരും. ഞങ്ങളൊക്കെ നേരത്തെ ഇരുന്നിട്ടുണ്ടാവും. പക്ഷെ എണീറ്റും ചെയ്ത് നീറ്റ് ചെയ്ത് പോവും ചെയ്യും. അതേപോലത്തെ ആരെങ്കിലും നിങ്ങളുടെ ഇടയിലുണ്ട്? നിങ്ങളെ വീട്ടിലുണ്ടോ? എപ്പോഴാ 35-നോ? കുഞ്ഞുമോൻ എന്ന് പറയുന്നത് നമ്മൾ ആശയാണ്. ആശയുള്ള കുഞ്ഞുമോനാണ്. വാങ്ങി കൊടുക്കാനായി. അയ്യോ, ഫതില് ബാത്റൂമില്ല. ഞാൻ കഴിക്കാട്ടെ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്റെ എനർജി പോകുന്നുണ്ട്. അങ്ങനെ എണീക്കട്ടെ. ഓ നീച്ചിക്കണേ. പറയും റമദാനായിട്ട് എന്താ പറയാനല്ലേ? എടാ എനക്കെന്താ പറയാനല്ലേ? മൊഞ്ചി വെക്കണല്ലോ, മുടിയൊക്കെ വെട്ടിക്കണല്ലോ. ഫതിലുവിനെ കുറിച്ച് അഭിപ്രായം പറയട്ടെ. ഞാൻ വ്ളോഗൊക്കെ എടുത്ത്. മുടി എവിടെ കൊളായിക്കണേ? ഓനെ മുടി ഇന്നലെ വെട്ടി. അപ്പം ബാർബർ കൊളാക്കി എന്നാ പറയണേ. നിങ്ങള് പറയും. നല്ല രസമുണ്ട് കേട്ടോ കാണാന്. നല്ല രസമുണ്ട്. ഫതില് ഫുള്ള് ഇമോഷണലാണ് ഗൈസ്. അപ്പൊ ഞാൻ എടുക്കണില്ല. പറയാമ 2 റമദാന് പറ്റി എന്താ? നോൽമ്പ് വലിക്കുക, തറാവിസ്കരിക്കുക, ഞങ്ങളെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടോ. എല്ലാരും ഉഷാറാക്കുക ഇൻഷാ അല്ലാഹ്. അല്ലേ? നമ്മള് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ കുറച്ചായിട്ടാ അല്ലേ? ഞങ്ങൾ ഇനി പറ്റുന്ന ദിവസമൊക്കെ ഞങ്ങൾ എല്ലാ നോമ്പിനും വ്ളോഗ് വേണം ഗൈസ്. നിങ്ങൾ കമന്റ് ചെയ്യേ. നിങ്ങൾക്ക് പണ്ടത്തെ ആരും സപ്പോർട്ടില്ല. ബാ നമുക്ക് ഫുഡ് കഴിക്കാം. ബാ കമോൺ. അല്ല ഇന്നെ തിരിച്ച് അയ്യോ തിരിഞ്ഞില്ല. ഇവരെയൊന്നും തീരെ റൊമാൻറ്റിക് അല്ല. മാമ ഇടക്കൊന്ന് കുഞ്ഞുമാരെ വിളിക്കും. നീച്ചിട്ടില്ല, നീച്ചിട്ടില്ല. ഞാനെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഫുഡ് കഴിക്കട്ടെ. തിന്നാലേ ഓൻ സൂപ്പർ ഫാസ്റ്റ് ആണ്. നിങ്ങൾക്ക് എന്താ പറയാല്ലേ റമദാനായിട്ട്? നല്ല അഭിപ്രായം. റമദാനല്ലേ, എല്ലാരും നീച്ചാ സന്തോഷത്തില് നോമ്പ് വെക്കുക. നന്നായിക്കോളി. ദിവസങ്ങളല്ലേ. അതെ അതെ. അവ കേട്ടില്ലേ? എന്താ നോക്കിക്കണേ? പോയി പ്രാർത്ഥിച്ചോളി. ഓക്കെ, ഞാൻ ഫുഡ് കഴിക്കട്ടെ. മാമ എനിക്ക് പയം എവിടെ? ഭർത്താവിന് മാത്രമുള്ള ഗൈസ്. എവിടെ? എനിക്കാ മതി. എനിക്ക് പീങ്ങൊന്നും വേണ്ട. ഞാൻ ഇന്നലെ 2 കിലോ പയം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു.
കേട്ടോ ഗൈസ്, ഞാൻ ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി. ഇവിടെ എന്താണ് ഫതിലിന്റെ സ്പെഷ്യൽ പൊറോട്ട ഉണ്ട് ഗൈസ്. പൊറോട്ട ഇതെന്താ ചമ്മന്തിയോ തൊട്ട് കൂട്ടാന് വീഡിയോക്കോ? ഓഹോ, എന്റെ വീഡിയോ അത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഫതിൽ റഹ്മാൻ എന്ന ചാനൽ എല്ലാരും ഫോളോ ചെയ്യുക. ഇതേപോലെ ഡെയിലി വ്ളോഗ്സ് ഉണ്ടാവില്ലേ? എന്നാലും ഒരു സന്തോഷമില്ലാത്ത ചിരിക്ക് വർക്കില്ല. ഇവിടെ ഒരാളെ കുറവുണ്ട്, ഓൻ എത്ര വിളിച്ചാലും വരൂല. ഇനിയിപ്പോ ഒരു ഇങ്ങനെ റോക്കറ്റ് പോലെ വന്നിട്ട് ഇങ്ങനെ വന്നിരിക്കൂട്ടോ. വരുന്ന് പ്രതീക്ഷിക്കണു. 5:15 കഴിച്ചോണ്ടിരിക്കണ് ഗൈസ്. അതാ അവൻ വരുന്നു, ഒരു സൂചന വരുന്നുണ്ട് ഗൈസ്. ഞങ്ങള് കഴിച്ച് എണീക്കാനായി ഗൈസ്. എത്തി, നായകനെത്തി. യെസ്, രസണ്ടാ. 5 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമ്മള് ഫുഡ് കഴിക്കുമെന്ന് ആശി കാണിച്ചു തരും. ഒരു 5 മിനിറ്റ് ഇപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡൊക്കെ കാണാം. ക്യാമറ ഓൺ ആക്കിയിരിക്കണം. അതിൻ്റെ ഉള്ളിൽ എന്താ എല്ലാ പേരയിലും ഉണ്ടാവും. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വെറുതെ തുറന്നു നോക്കുന്ന ആൾക്കാര്. ഇവിടെ അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. സത്യല്ലോ അതില ഫ്രിഡ്ജിൽ ഒന്നുമില്ല എന്നുണ്ടെങ്കിലും വെറുതെ തുറന്നു നോക്കൂലേ. എല്ലാരും ഇങ്ങനെ തന്നെ കേട്ടോ. ഫതിലാണ് മെയിൻ ആള്. ആശി പത്തിരിക്കുട്ടനാണ്. 1 മണിക്കില്ലേ? അതാണ് ഇവിടെ ഒരു സൗണ്ട് ഉണ്ടായിനെ. 12 എന്നാ വേണ്ട, കൊടുക്കണ്ട. പത്തിരി എന്ന് പറയണേ 10 തിന്നാനുള്ള പേരൊന്നും അല്ല അത്. ഇപ്പൊ ഉണ്ടാക്കിയത് അതില് പത്തിരി ഒന്നുമില്ല നോക്കിയപ്പോ. പക്ഷെ മാമാന്റെ പത്തിരി ചിക്കൻ കറിയും കിട്ടിയാല് ആരും തിന്നു പോട്ടോ. എന്ത് 1 മണിക്ക് നീച്ചിട്ട് 12 പത്തിരിയൊക്കെ തിന്നാല് നിങ്ങള് എല്ലാ പേരയിലും ഉണ്ടാവട്ടെ അങ്ങനെ ആൾക്കാര്. രാത്രി റമദാന് പ്രത്യേക ഒരു ഇതാണ് അല്ലേ. 1 മണിക്കൊക്കെ നീച്ചിട്ട് തിന്നും. എനിക്കാനും തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ വേണ്ടേ 12 പത്തിരി ഇന്നിട്ട് പിന്നെയും തിന്നോണ്ടിരിക്കുമ്പോ തിന്നണ്ട അറിയണ്ട. പിന്നെ അല്ലേ ഇജെന്ത് ടെൻഷനില്ല. കണ്ടില്ലേ? അല്ല, ഒറ്റ കാര്യം പറയണുള്ളൂ. ഇജത് വിട് ഗൈസ്, നിങ്ങളെ അഭിപ്രായം പറയും. രസമുണ്ടോ ഇല്ലേ എന്ന്. ഞങ്ങളെ അഭിപ്രായം നല്ല രസമുണ്ട് ഗൈസ്. ഞാൻ എന്താ പറഞ്ഞത്, ആശി ഇവിടെ ഇരുന്നതേ ഓർമ്മയുള്ളൂ. നീച്ച് പോയി. അതാ ഞാൻ പറഞ്ഞത്. ഞങ്ങള് കുറച്ച് അരമണിക്കൂർ മുമ്പ് നീച്ച് ഇരുന്ന ഞങ്ങളെത്തുള്ളൂ. അങ്ങനെ മാമ ബാങ്ക് കൊടുക്കാനായില്ലേ? 1 മണിക്ക് കുറച്ച് പത്തിരി തിന്നിട്ടുള്ളൂ. എനിക്കും പത്തിരി ഇഷ്ടട്ടോ. പക്ഷെ ഞാൻ ഇപ്പൊ ചപ്പാത്തി നാളെ മുതൽ ഞാനും വാപ്പി ഓട്സ് തിന്നാനുള്ള പ്ലാനാണ്. അതെ, ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ. നന്നാവണ കൂട്ടത്തില് നമ്മള് ഹെൽത്തും കൺട്രോൾ ചെയ്താല് അത്രയും നല്ലത്. കണ്ടില്ലേ പൊറാട്ട ഒന്നും കണ്ടില്ലേ? ഹെൽത്തി കുട്ട ഗൈസ്. ഇതൊക്കെ റയറായി കിട്ടുന്ന കാഴ്ചകളാണ്. ഞാനിത് എടുത്തു നോക്കട്ടെ എന്നും വിചാരിക്കും. ഈ കുപ്പിയേറ്റ് വെള്ളം കുടിക്കണ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. എങ്ങനെ എനിക്ക് അറിയാലോ, രാവിലെ അത് ഫുള്ളായിട്ടുണ്ടാവും. എന്നിട്ട് വൈകുന്നേരം 3 മണി ആയാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ അമ്മാനോട് ജിമ്മിന് പോണതിന്റെ മുമ്പ് കാണിച്ചു കൊടുക്കും. നിന്റെ കുപ്പിയുണ്ടമ്മ, കുറച്ച് മോട്ടിവേഷൻ ആയെങ്കിലും എടുക്കാറ്. ഞാൻ 2ാമത്തെ കുപ്പിയൊക്കെ കേൾക്കും. അതാ ബാങ്ക് കൊടുത്തു. എനിക്കൊരു പൊട്ട് പയണ്ടായിരുന്നു. അതിന് മുമ്പ് നിർത്തേണ്ടി വരും കേട്ടോ. അപ്പം ഇങ്ങനെയായിരുന്നു ഗൈസ്. ഒന്ന് പെട്ടെന്നൊന്ന് കൈ ചെയ്യാറ് കേട്ടോ. ഓക്കെ ഗൈസ്, ബാങ്ക് കൊടുത്തു, ഒതെടുത്തു. ഓക്കെ, പെട്ടെന്നായിരുന്നു ഇന്നത്തെ ബാങ്ക് ഗൈസ്. അപ്പം ഇതിന്ന് എന്ത് മനസ്സിലാക്കുക, കുറച്ച് നേരത്തെ നീക്കണഞ്ഞു മുതൽ മനസ്സിലായോ? ഇന്നോടല്ല, ഞാൻ ഇവരെ നീപ്പിച്ച് ലേറ്റ് ആയത് ഗൈസ്. നിങ്ങളെ അഭിപ്രായം പറയും. അപ്പോൾ പള്ളി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പള്ളി പോയിക്കോളിട്ടോ. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ.
ഫതിലോ ബാ നിസ്കരിക്കുക. ഇന്ന് ഞാൻ പള്ളിയിൽ പോകണില്ല. എന്താ വെച്ചാൽ എനിക്ക് രാവിലെ പോയിട്ട് കോഴിക്കോട് ഒരു ഷൂട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പള്ളിയിൽ പോകണില്ല. ഇന്ന് ഞങ്ങൾ എങ്ങനെ നിസ്കരിച്ചെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു. ഇന്ന് ഞാനും ഇമ്മയും ഫതിലും എല്ലാവരും കൂടിയിട്ട് ഇതാ ഇവിടുന്ന് ഞങ്ങളെല്ലാവരും എന്താണ് കുട്ടി വ്ളോഗറെ ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂട്ടിയിട്ട് ഈ മാമക്കൾ നിന്ന് നിസ്കരിക്കാൻ പോവാണ് കേട്ടോ. ഇന്ന് ഫാമിലിൻ്റെ കൂടെ ഞങ്ങളൊന്ന് നിസ്കരിക്കുകയാണ്. ഓക്കെ, ഞങ്ങൾ ഷൂട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടൊന്ന് പെട്ടെന്ന് രാവിലെ തന്നെ എണീറ്റ് അവിടെ മാപ്പാൻ്റെ എടുക്കുന്നുണ്ട്. ഇതാണ് ബിഹൈൻഡ് ദ സീൻ. അടിഭാഗം കിട്ടരുത്. ഇവന് ഇവനാരെ ഒന്നും കിട്ടാനും പാടില്ല. അപ്പൊ നിസ്കരിക്കാട്ടാ. ഓക്കെ, നിസ്കരിച്ചിട്ട് തരാം ഇൻഷാ അല്ലാ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇന്നത്തെ അല്ല, നാളെ ഇൻഷാ അല്ലാ ഞങ്ങളിങ്ങനെ ഉണ്ടാവും. ഇന്നിപ്പം ആശിനെ ഞാൻ എണീപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഓടുക്കണം അല്ലേ? ഓൻ എണീപ്പിക്കണം നാളെ. ഇങ്ങനെ ചാലഞ്ച് ആശിനെ വിളിക്കണ്ട്. അവിടെ ഒരു കോമഡി ഉണ്ടായി. ആശിനോട് നിസ്കരിച്ചു ചോദിച്ചു 6-ന്. അപ്പൊ മാമ അല്ല ഇതുവരെ ബാത്റൂമിൽ ഇരുന്നല്ലോ ചോദിച്ചില്ലേ. അപ്പോഴും ഇല്ല നിസ്കരിച്ചിക്കണേ പറഞ്ഞു. എന്നിട്ട് നിസ്കരിച്ചിക്കണോ ചോദിച്ചു. പിന്നെ നിസ്കരിച്ചിക്കണേ പറഞ്ഞു. പിന്നെ മാമ പറഞ്ഞു അവിടെ അതിന് മുസ്തല്ലല്ലോ പറഞ്ഞു. നിസ്കരിച്ചു മാഷാല്ലാ. മാമന്റെ കുട്ടികളെ ഞാൻ തമാശ ആക്കല്ലേ. ദേഷ്യപ്പെട്ടോ? ആശിനെ പറഞ്ഞപ്പോ ദേഷ്യായി. എന്ത് അതെന്റെ ചട്ടി നോമ്പാണോ ഓൽക്കൊക്കെ? ആശിക്ക് ചട്ടി നോമ്പാണല്ലോ. ഞങ്ങള് വാ ഫതില് നിസ്കരിക്കുക. അപ്പൊ ഇൻഷാല്ലാ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. വീഡിയോയിലുപരി ഞങ്ങൾ ഓരോരോ വിശേഷങ്ങളും അതേപോലെ എന്നും വീഡിയോ ഇടാൻ പറ്റണില്ലല്ലോ. എല്ലാരും പോലെ എന്നും ഇടലുണ്ടല്ലേ. കുറെ ആൾക്കാരൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ല. എല്ലാരും ചോദിക്കലുണ്ട്. പക്ഷെ നോമ്പിനെങ്കിൽ ഞങ്ങൾ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻഷാല്ലാ എല്ലാരും പ്രാർത്ഥിക്കുക. നല്ലൊരു മാസമാണ്. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതാണ് ഫതിലുവിന്റെ തുണി ഗൈസ്. കണ്ട വലിയ ചെക്കനായി മാഷാല്ലാ. ഫോണാക്കണ് ഒന്നെടുക്കാൻ പോവാണ്. ഞങ്ങൾ സിറ്റ് ഔട്ടൊന്നും കണ്ടിട്ടില്ല കൈസ്. ഞങ്ങൾ കുറേ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഞങ്ങളിവിടെ ഊഞ്ഞാലൊക്കെ വെച്ചു. ഞാൻ ഞങ്ങൾ തുറക്കണ വ്ളോഗിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഇൻഷാല്ലാ ഞാൻ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുക. നല്ലൊരു മാസമാണ്. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കും അല്ലേ അമ്മ? പ്രാർത്ഥിക്കൂലേ? അപ്പൊ ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ ബൈ. അപ്പൊ തുറക്കണേ ഇന്ന് ഞങ്ങൾ തുറക്കണ സ്പെഷ്യലും കാര്യങ്ങളുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവും ഗൈസ്. അപ്പൊ ഇന്ന് എൻ്റെ ഷൂട്ട് കോഴിക്കോടാണ്, ഹൈലൈറ്റ് മാള് ബിസിനസ് പാർക്കിൽ. അപ്പൊ കോഴിക്കോട് ഉള്ളവരൊക്കെ വരണല്ലേ അമ്മ? അപ്പൊ ഓക്കെ, എനിക്ക് സങ്കടമാണ് ഗൈസ്. ഇന്ന് മാമാൻ്റെ ഒപ്പം തുറക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. എന്നാലും ആശയും ഇനി ഉണ്ടാവൂലേ? സപ്പോർട്ട് ചെയ്യാറ്. അതെ, ഇന്ന് ഓല സ്പെഷ്യലാണ്. ഫസ്റ്റ് നോമ്പ് ഞാൻ തുറക്കാൻ ഞാൻ നിങ്ങളിപ്പോൾ ഉണ്ടാവില്ല അറിയുമ്പോൾ അതെ എനിക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം മാമാന്റെ ഫുഡ് കിട്ടണില്ലെന്ന്. അപ്പം കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയും കൂടെ ഡു സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക.